മലയാള സിനിമയിലെ ചിരിയും ചിന്തയും ഒരേ സമയം ഉണർത്തിയ സൃഷ്ടികാലത്തിന്റെ ഏറ്റവും ശക്തമായ ശബ്ദങ്ങളിലൊന്നാണ് ശ്രീനിവാസൻ. ആക്ഷേപഹാസ്യത്തെ ആയുധമാക്കി സമൂഹത്തെ നേരിട്ട് തിരക്കഥാകൃത്ത്. സാധാരണ മനുഷ്യന്റെ പരാജയങ്ങളും സ്വപ്നങ്ങളും സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന നടൻ ശ്രീനിവാസൻ മലയാള സിനിമയുടെ സാമൂഹിക ബോധത്തിന്റെ പ്രതിനിധിയാണ്. ഏകദേശം 200-ലേറെ സിനിമകളിൽ അഭിനയിക്കുകയും 48 വർഷത്തിലേറെ നീണ്ട സിനിമാ ജീവിതത്തിലൂടെയും അദ്ദേഹം മലയാള സിനിമയെ വിനോദത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. രാഷ്ട്രീയം, തൊഴിലില്ലായ്മ, കുടുംബ ബന്ധങ്ങൾ, പുരുഷാധിപത്യം, വ്യക്തിയുടെ അപകർഷതാബോധം തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മൂടിവയ്ക്കപ്പെടുന്ന സത്യങ്ങളാണ് ശ്രീനിവാസന്റെ സിനിമകളിലൂടെ തുറന്നു പറഞ്ഞത്. 80-കളിലെ കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥകൾ മലയാള സിനിമയിൽ ഇത്ര ശക്തമായി രേഖപ്പെടുത്തിയ മറ്റൊരു എഴുത്തുകാരനുണ്ടായിട്ടില്ല. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ ദാസനും വിജയനും അക്കാലത്ത് കേരളം അനുഭവിച്ച തൊഴിലില്ലായ്മയെ പ്രതിനിധീകരിച്ച കഥാപാത്രങ്ങളായി മാറി. ഗൾഫ് മലയാളികളുടെ ജീവിതാനുഭവങ്ങളെ മലയാള സിനിമയിൽ ആദ്യമായി രാഷ്ട്രീയ ബോധത്തോടെ അവതരിപ്പിച്ച ചിത്രമാണ് വരവേൽപ്പ്. നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസി നേരിടുന്ന ചുവപ്പ് നാടകളും അത്യന്തം ലളിതമായ കഥയിലൂടെ അതിശക്തമായി പറഞ്ഞു. മലയാള സിനിമയിലെ ഏറ്റവും സങ്കീർണമായ സൈക്കോളജിക്കൽ കഥാപാത്രങ്ങളിലൊന്നാണ് വടക്കുനോക്കി യന്ത്രം എന്ന ചിത്രത്തിലെ തളത്തിൽ ദിനേശൻ. സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം ഒരു മനുഷ്യനെ എങ്ങനെ നാശത്തിലേക്ക് നയിക്കാമെന്നത് കോമഡിയുടെ പുറം ചട്ടിക്കുള്ളിൽ ഒളിപ്പിച്ച ഒരു സാമൂഹ്യ സത്യമായി പറഞ്ഞു തന്നു. കപട സാഹിത്യകാരന്മാരെയും ബുദ്ധിജീവിതത്വം അഭിനയിക്കുന്നവരെയും തുറന്നു കാട്ടിയ കഥാപാത്രമാണ് അഴകിയ രാവണൻ എന്ന സിനിമയിലെ അംബുജാക്ഷൻ. ബുദ്ധിജീവി ചമയുന്നവർ സമൂഹത്തെ എങ്ങനെ വഴിതെറ്റിക്കാമെന്ന് ചോദ്യം ചെയ്ത ഒരു കഥാപാത്രം. അതേസമയം സൂപ്പർ സ്റ്റാർ സംസ്കാരത്തെയും സിനിമാ വ്യവസായത്തിലെ പൊള്ളത്തരങ്ങളെയും തുറന്നു കാട്ടിയ ഉദയനാണ് താരമെന്ന ചിത്രത്തിലെ സരോജ് കുമാർ. സിനിമാ ലോകത്തെ കൃത്രിമത്വങ്ങളും വ്യാജമഹത്വൽക്കരണങ്ങളും പരിഹാസത്തിലൂടെ വെളിച്ചത്തിലാക്കിയ ചിത്രം. സന്ദേശം, പഞ്ചവടിപ്പാലം, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു പോലുള്ള സിനിമകൾ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തെയും ജനാധിപത്യത്തിലെ വൈരുദ്ധ്യങ്ങളെയും രേഖപ്പെടുത്തിയ സിനിമകളായി ഇന്നും പ്രസക്തമാണ്. ശ്രീനിവാസന്റെ തിരക്കഥകൾ വെറും സിനിമകൾ മാത്രമായിരുന്നില്ല, അവ സമൂഹത്തിന്റെ ഡോക്യുമെന്റേഷനുകളായിരുന്നു. ലളിതമായ ഭാഷ, നേരായ നിലപാട്, ആരെയും കൂസാത്ത പരിഹാസം, അതാണ് അദ്ദേഹത്തിന്റെ സിനിമകളുടെ ആത്മാവ്. തന്റെ ജീവിതം പോലെ ലളിതമായ ശൈലിയിൽ ആരെയും കൂസാത്ത നിലപാടുകളുമായി നടന്ന സിനിമാ പ്രതിഭ വിടവാങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് നികത്താനാവാത്ത ഒരു വിടവ് തന്നെയാണ്. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ ആ വലിയ കലാകാരന് ബിഗ് സല്യൂട്ട്, ആദരാഞ്ജലികൾ.